ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്ന ഒരു ബട്ടൂരയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഒരു അടിപൊളി ബട്ടൂര ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബട്ടൂര ഉണ്ടാക്കാനായിട്ട് 240 ml കപ്പിൽ 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്ത ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന കണക്ക് കുഴച്ചെടുക്കുക. ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. ഇരിക്കട്ടെ. മാവെല്ലാം ഞാൻ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തി വെക്കാം. പരത്തിയതിന് ശേഷം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പരത്താനായിട്ട് എന്തായാലും ഈ റബ്ബർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരുപാട് അങ്ങ് നൈസായിട്ട് വരുത്തേണ്ട കാര്യമില്ല, കുറച്ച് കട്ടി വേണം കേട്ടോ. അല്ലേ, ഈ പരുവത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ പരത്തിയെടുക്കും. എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവരെ ചുട്ടെടുക്കാൻ മാത്രം മതി കേട്ടോ. പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല പൊന്തി വരുന്നുണ്ട് അല്ലോ. ഞാൻ തിരിച്ചിട്ട് എടുത്ത് മാറ്റാം. കണ്ടോ, നല്ല ബബ്ലി ആയിട്ട് പൊന്തി വന്നിരിക്കുന്ന. ഇനി എടുത്ത് മാറ്റാം. അടുത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം.
ബട്ടൂര അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കണ്ടോ, നല്ല ബബിളി ആയിട്ടുള്ള പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചന മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അടിപൊളി ബട്ടൂരയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.